അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ്? ഒരു മിനിറ്റ്. ഫാമിലി ആകുമ്പോൾ നമുക്ക് എന്ത് പൊതുവെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പയ്യന്മാരൊക്കെ ഇവിടെ ഉറങ്ങുകയാണ്. ആദിലുണ്ട്, നാദിമുണ്ട്, ഇവനുണ്ട്, ഒക്കെ ഓരോ ഉറങ്ങിയ മാതിരി കാട്ടുന്നില്ല. അപ്പോൾ നമ്മളിനി നേരെ ഇവിടെ ഉറക്കം പോകാമല്ലോ, ഉറക്കാൻ പോവാണ്. ഓക്കെ, നാളെ കാണാം. ഓക്കെ, നാസിമൊക്കെ അടുക്കള ഈ കാലൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞ് ഉറങ്ങിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഉറങ്ങട്ടെ, നാളെ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, പിന്നെ നമ്മൾ ലഗേജുകൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ സുഹൃത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ത് സൺസ്ക്രീന്. നമ്മളിങ്ങനെ തേക്കലൊന്നുമില്ലത്. അപ്പോൾ ഇതെങ്ങനെ തേക്കാമെന്ന് നമുക്കറിയില്ല. പുരികത്തുമ്പോൾ കൂടെ കാണുന്നുണ്ട്, കണ്ണൊക്കെ ഉള്ളതൊക്കെ നീർന്നുണ്ട്. പിന്നെ അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ തേക്കുക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ക്യാമറ നമ്മളെ സുഹൃത്ത് ഇവനുമാണ്, ആദിലും നാസിമും അപ്പുറത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കൂടെ വന്ന ഗസ്റ്റുമാരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഓല അടുത്തേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേക്കട്ടെ. ഇതിൻ്റെ പവർ ഞാൻ കാണിച്ചു കേട്ടോ. അതായത് ഇതുണ്ടോ, ഇതിപ്പോൾ നോർമൽ ഇതുണ്ടോ, ഈ ഒരു ഏരിയ ഉണ്ടോ ഫുൾ എപ്പോഴും വെയിലുള്ള ഏരിയ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളിവിടെ വരുന്ന സമയത്ത് താജ്മഹലൊക്കെ കാണും ചൂടുന്ന. അതില് കുറച്ച് ആദ്യം വന്ന ചെങ്ങായി മനസ്സിലായില്ലേ? നമ്മള് എല്ലാം വന്നോ, സെറ്റല്ലേ പോലെ. അപ്പോൾ ലഗേജൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ചായക്കാണ് താഴേക്ക് പോയി. എന്താ ശരി, രസമുണ്ടോ? ഞാൻ വേറൊന്നും കഴിക്കില്ല, മാഗി മറ്റൊരു കുഴപ്പമെടുക്കാം രാവിലെ. മാഗി ബെറ്റർ. എങ്ങനെ പോണേ? ബസ്സിൽ എന്നാ പോട്ടെ. പോവാ ലൂഹി ലൂഹ. അതിന്റെ പേര് മറന്നു. ചിഞ്ചു. പോവാ ഇങ്ങോട്ട് കിടോ, അരൂപ് കിടോ, ഒരുമിച്ച് പോടോ പോലെ. ഓയ് മിനു പോവാ അവിടെ. മമ്മൂട്ടി മമ്മൂട്ടി പോവാ. വലിയ ലഗേജ് പോലും എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കൂ. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ട്രിപ്പായിരുന്നു, സെറ്റായിരുന്നു. ഓക്കെയാണോ? ഓക്കെയാണ്, ഫുൾ ഉഷാറാണ്. മൂഡ്. പേര് പറയും. പേര് റൺതീസി. റൺതീസി, പുതിയ വെറൈറ്റി പേരാണ്. റൺതീസി ഫ്രം തൃശ്ശൂർ. ഇവിടെ എന്താ ട്രിപ്പ് എല്ലാ കൊല്ലത്തെ പോലെ അടിപൊളിയല്ലേ? ഇത് ആദില് നമ്മുടെ വോയേജർ ഗ്രാമിൻ്റെ എല്ലാമായ ഒരു അംഗമാണ്. ഇവിടെ ബാക്കിൽ നമ്മുടെ മറ്റൊരു വോയേജർ ഗ്രാമിൻ്റെ അംഗം. 2 വാക്ക് സംസാരിക്കൂ. പറബിനു പറബിനു ഇത് പറയണ്ടല്ലോ, പൊള്ളി പൊള്ളി വൻ വൈബ്. അപ്പോൾ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, ഫൈസൽ. പിന്നെ നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടില്ല ആസ്വദിക്കണോ ഇതുവരെ? അത് കഴിഞ്ഞിട്ടില്ല. അല്ലാതെ നല്ല ട്രിപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ദിവസങ്ങൾ നല്ല എൻജോയ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കുടുംബങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതുപോലുള്ള ട്രിപ്പുകളിൽ തന്നെ വരണം, എന്നാലേ നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഇതൊക്കെ സെർച്ച് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുടുംബത്തിൻ്റെ ഒരു കംഫർട്ടായിരിക്കും നമ്മളുടെ കൺസേൺ ആയിട്ട് പ്രത്യേകമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഇങ്ങനെ വരുമ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ടതില്ല. നമ്മൾ ജസ്റ്റ് സ്ഥലങ്ങൾ
കാണുക, അത് ആസ്വദിക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇതുവരെയുള്ള അനുഭവത്തിൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നമ്മൾ 2ാമത്തെ ദിവസമാണ്, നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസൽ ഖാൻ്റെ 2 മക്കൾ ഇവിടെ ഉണ്ട്. 2 വാക്ക് സംസാരിക്കുമോ? സെറ്റ് ടൂറ് വൈബ് എല്ലാവരും പെട്ടാണ്, ടീമും സെറ്റ് ഇതുവരെ അടിപൊളി. അതെ, അടിപൊളി, ഒന്നും പറയില്ല, പൊളി. ഒരു പാട്ട് പാടി, ഒരു പാട്ട്, രണ്ട് പാട്ട്. ഇതാ ഇത് പിടിച്ചോ, മൈക്ക് പിടിച്ചോ. मैं तनु समझावा कि न तेरे बिना लगदा जी, तू की जाने प्यार मेरा, मैं करूँ इंतजार तेरा, तू दिल तो यू जान मेरी, मैं तनु समझावा कि ना तेरे बिना लगदा जी. വെരി ഗുഡ്, വണ്ടർഫുൾ സോങ്. അടുത്തതായി ദുബായിൽ നിന്നും പറന്നെത്തിയ നമ്മുടെ ഒരു യുവാവും യുവതിയും അവരുടെ 2 മക്കളുണ്ട്. 2 വാക്ക് സംസാരിക്കൂ. ഞങ്ങൾ ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഈ കാശ്മീരായിരുന്നു മെയിൻ ഡ്രീം. പക്ഷേ എന്തായാലും നമ്മൾ കാശ്മീർ പോയി ഡൽഹി വരണം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഡൽഹി കണ്ടുകൂടാ? മാത്രമല്ല ഡൽഹി ഒരു വട്ടം വന്നതാണ് ഒരു 12 കൊല്ലം മുന്നേ. പക്ഷേ മക്കൾക്ക് ഡൽഹി കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു വലിയൊരു ആഗ്രഹം. അത് മക്കൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രവാസികളോട് മിസ് ചെയ്യരുത്, ലൈഫിൽ ഇത് മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമുക്ക് മക്കളായിട്ട് എങ്ങനെ വരാൻ പറ്റും എന്നുള്ള ബേജാറായിരിക്കും. ഷഫീഖ് ഭായിനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഷഫീഖ് ഭായി എല്ലാം ചെയ്തു തരും. ഒരു ടെൻഷനും ഇല്ല. നമുക്ക് മക്കളായിട്ട് വരുമ്പോൾ ആകെ ടെൻഷൻ അതാണ്. ഡൽഹി വരുമ്പോൾ, നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും, എങ്ങനെ മക്കളോട് പോകാൻ പറ്റുമോ, ഒരു ടെൻഷനും വേണ്ട. നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇത് പാക്കേജ് സമയത്ത് നമുക്ക് ഉറക്കം വന്നിരുന്നില്ല ടെൻഷനായിട്ട്. ഇവിടെ വന്നപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ല. ഇനി ഇൻഷാ അല്ലാ എക്സൈറ്റ്മെൻറ്റിലാണ് കാശ്മീർ കാണാനുള്ളത്. ഇനി താജ്മഹൽ കണ്ടതിനെ പറ്റി, ആദ്യം താജ്മഹൽ കണ്ടതിനെ പറ്റി ഷിബു പറയും. എന്താ പറയാ, നമ്മൾ ഇതുവരെ പുസ്തകത്തിൽ മാത്രം കണ്ട അല്ലെങ്കിൽ വീഡിയോസിൽ മാത്രം കണ്ട ഒരു സംഭവം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഹാപ്പിയാണ്, എന്താ പറയാ, വാക്കുകളില്ല, ഭയങ്കര ഹാപ്പിയാണ്. സൂപ്പർ ട്രിപ്പാണ്, അടിപൊളി. അടിപൊളി സൂപ്പർ ഓള് അല്ലെങ്കിൽ നല്ല വർത്താനാണ്, ഇപ്പോൾ വർത്താനം പറയില്ല. അതുപോലെ നമ്മുടെ കാദർക്ക് അവിടെ ഉണ്ട്. കാദർക്ക് 2 വാക്ക് സംസാരിക്കൂ. എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ട ഡൽഹി? നിങ്ങളുടെ എന്താ പറയുക, ഇമാജിനേഷൻ ഉണ്ടായിരുന്ന ഡൽഹിയും ഇപ്പോഴത്തെ ഡൽഹിയും, റിയലും റിയൽ ലൈഫും റിയാലിറ്റിയും? എന്തായാലും ഇങ്ങനൊരു ട്രിപ്പിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനും എൻ്റെ വൈഫ് ഒരു 12 കൊല്ലം മുമ്പ് ഇതേപോലെ ഡൽഹിയിലും അമൃത്സറിലും ഒക്കെ ഒന്ന് പോയിരുന്നതാണ്. അതും ഇതൊരു പാക്കേജ് ആണിത്. അന്ന് അവർ തന്നെ ഗൈഡുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളന്ന് 10-30 പേരുണ്ടായിരുന്നു. ഗൈഡ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ ഫൈസലിൻ്റെ എൻ്റെ മരുമകനാണ്. ഫൈസലിനോടൊപ്പം അവർ പോകുന്നതെന്ന് പറഞ്ഞപ്പം കാശ്മീരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരോടൊപ്പം കൂടിയതാണ്. കാശ്മീരിൽ പോകണമെന്ന് നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നു, സാധിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് 2 പേരും കൂടെ പോകാനും പറ്റില്ല. ഈ കുടുംബമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പം ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പോണതാണ്. ഒരു 12 കൊല്ലം മുമ്പ് വന്നതിൽ നിന്ന് അതേ സ്ഥലങ്ങൾ തന്നെ കാണുക. ഇപ്പോൾ താജ്മഹലായാലും കുത്തുബ് മിനാറായാലും മറ്റ് സ്ഥലങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പുതുമയോടെ, കാരണം അതിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ വിവരിച്ച് തരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രൂപ്പുകൾ എല്ലാം വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിരുന്നുണ്ട്. അതേപോലെ നമുക്ക് താമസ സൗകര്യവും നമ്മുടെ യാത്രയിലെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ വന്ന ആ യാത്രയേക്കാളൊക്കെ വളരെയധികം ഭംഗിയായിട്ട്, വളരെയധികം സന്തോഷപ്രദമായിട്ട്, വളരെയധികം കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക്സ്. അടുത്തതായി നമ്മുടെ കാദർഖാൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. 2 വാക്ക് സംസാരിക്കുമോ? അൽഹംദുലില്ലാ, എല്ലാം ഹൈറാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടതിൽ നിന്നും നല്ല രീതിയിൽ എല്ലാം കാണാനും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, സർവ്വശക്തനായ തമ്പുരാന് സർവ്വസ്തുതിയും. അടുത്തതായി നമ്മുടെ പാണ്ടിക്കാട്ടുകാരുടെ രോമാഞ്ചം
ഫൈറൂസ് അവർകൾ, ഫൈറൂസിൻ്റെ പ്രിയതമ റിസ്വാനക്കുള്ള ആകെ ഒരു ഇടങ്ങേറ് സങ്കടം. ഫൈറൂസ്ക ചിരിക്കുന്നില്ല. റിസ്വാനത്തേടെ ഫൈറൂസ്ക ചിരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. 2 വാക്ക് സംസാരിക്കും. ഫൈറൂസ്ക ഒരു 2-3 വർഷമായി നമ്മളെ കോൺടാക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ട്രിപ്പിന് പോരാൻ പറ്റിയത്. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. ഞാൻ മാരേജ് കഴിഞ്ഞ മുതൽ പോകാൻ കരുതുന്നതാണ്. ഏകദേശം 4 വർഷത്തോളമായി. അന്ന് എൻ്റെ ഫ്രണ്ട് മുഖേന ഷെഫീഖിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ ഓരോ ഷെഫീഖിൻ്റെ ഓരോ സ്റ്റോറിയും സ്റ്റാറ്റസും കാണും. ഞാൻ ഓരോന്നിങ്ങനെ എൻക്വയറി ചെയ്യും. നാട്ടിൽ വരുമ്പോൾ ഓരോ പ്രാവശ്യം പോകണം കരുതും. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് പോകാൻ സാധിച്ചില്ല. ഇപ്രാവശ്യം എന്തായി, ഞാൻ അവിടെ തന്നെ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് പോന്നു. മാഷാ അല്ലാ ഞങ്ങൾ പോകുന്ന സെറ്റാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നെ ഫാമിലി ആയിട്ട് നമ്മൾ കപ്പിളായിട്ട് പോരുമ്പോൾ ഇതേപോലെ ഡൽഹിയിലെ സ്ഥലത്തൊക്കെ പോന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റൂം, കാര്യങ്ങൾ, സേഫ്റ്റിയൊക്കെ അതൊക്കെ ചിന്തിച്ചിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഷെഫീഖിൻ്റെ കൂടെ പോകുമ്പോൾ എല്ലാം സെറ്റാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല കെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. ഇനി ബാക്കി റിസ്വാന വരും. അടിപൊളി ട്രിപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ കാലമായി കൊണ്ടുപോകും പറഞ്ഞ് ചോദിച്ച് നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി. കൊണ്ടുപോകും പറഞ്ഞു, പക്ഷെ കൊണ്ടുപോയില്ല. ഇപ്പോഴാണ് സാധിച്ചത്. നല്ല ഇഷ്ടമായി ട്രിപ്പ്. അടിപൊളി ട്രിപ്പാണ്. എല്ലാവരും പല പല ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും അടിപൊളിയാണ്. ഇഷ്ടമായി. പിന്നെ നോക്കി പുറത്ത് ഇറങ്ങുമ്പോൾ തൊപ്പിയെടുത്തോണ്ട് കോട്ടെടുത്തോണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. അടുത്തതായി നമ്മുടെ ഈ യാത്രയിലെ സുന്ദരനും സുമുഖനുമായ നമ്മുടെ സ്വന്തം മമ്മൂക്ക. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതെ, കണ്ണൂർ മമ്മൂട്ടിന്റെ കാനൂരില്ലേ മൂപ്പർ ലുക്കില്ലേ ടിപ്പ് നോക്കി പോകുമ്പോട്ടോ അങ്ങനെയൊക്കെ പറയണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്രകൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡേറ്റുകളിലേക്ക് ഓരോരുത്തർ വരും. അതായത് ഇപ്പോൾ ഞാനൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഡേറ്റ് പറയും. ആ ഡേറ്റിലേക്ക് നമ്മൾ വേറെ ആളുകളെ നമ്മൾ ഡേറ്റ് ഇട്ട് നോക്കും. അതിലേക്ക് ആളുകളൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോകുക. അങ്ങനെ ഈ ട്രിപ്പിൻ്റെ മഹ്റജ് എമർജൻസി ഉദ്ഭവം എന്നുള്ളത് മമ്മൂക്കയുടെ ആണെന്നാണ്. അപ്പോൾ മമ്മൂക്കാനുണ്ട് 2 വാക്ക് 3 വാക്ക് സംസാരിക്കാം. ഇപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് കത്തിച്ചല്ല, അത് നമുക്ക് ഇഷ്ടമായിക്കണ്. എന്നാലും ഒരു ഇടങ്ങേറ്. ഞാൻ കുട്ടികളായിട്ട് ഇതേമാതിരി ഡൽഹി, ആഗ്ര, കാശ്മീർ, മെയിൻ ഡെസ്റ്റിനേഷൻ കാശ്മീർ കാണണം എന്നുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോരാനുള്ള ഒരു ധൈര്യമില്ല. ഒന്ന് നോർത്ത് ഇന്ത്യയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഫസ്റ്റായിട്ട് വൈഫാണ് കാണിച്ചതെന്ന് ഇങ്ങനെ ഷെഫീഖലിനെ കുറിച്ച്. അപ്പോൾ വൈജർഗ്രാമിനെ കുറിച്ച് കണ്ടറിഞ്ഞ് അവരെ പേജ് കയറി നോക്കുമ്പോൾ നല്ല അഭിപ്രായം. കാരണം ഓലെ നമുക്ക് വിശ്വാസമില്ലായ്മയല്ല, പക്ഷേ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരാളായതുകൊണ്ട് ഓരോട് കാര്യങ്ങൾ ചോദിച്ചു. ഫസ്റ്റ് തൊട്ട് തന്നെ കറക്റ്റായിട്ട് ഡീലിങ് തന്ന്. ഇനി ഇവിടുന്ന് ഉള്ളത് ഞാൻ വേറെ പറയാം. ഓല എന്തെങ്കിലും ചെജ്ജാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ. അപ്പോൾ ഇതുവരെ പക്ക എന്താ വെച്ചാൽ ഗൈഡൻസ്. നമുക്ക് കുട്ടികളായിട്ട് പുറത്ത് പോരുമ്പോൾ ചെറിയ മക്കളാണല്ലോ, അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ഒന്നുമില്ല. ഫുൾ ഗൈഡൻസ് ഓക്കെയാണ്, ഹോട്ടൽ ഓക്കെയാണ്, ഫുഡ് ഓക്കെയാണ്. ഇതുവരെ നല്ല റാഹത്തിലായിട്ടുള്ള പോരലാണ്. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ഈ ക്ലൈമറ്റിനനുസരിച്ചുള്ള വിഷയങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒരു വിഷയം ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല പെരുമാറ്റം, നല്ല അഭിപ്രായം. അപ്പോൾ ആരെങ്കിലും പോരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓനായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യാം. അന്തസ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കുളിരി കയറുണ്ട്. ഒരു പേടിയുണ്ട്. സംഭവം വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ പോകണം. പിന്നെ എല്ലാവരും സെറാട്ടോൺ ഇവിടുന്ന് ഇങ്ങനെ ഹാപ്പി ആക്കി പോകണം. ഈ സെറാട്ടോണിന് നിങ്ങളെ നിലവിലുള്ളതാണ് ആൾക്കാർ പറയുന്നത്. മോശമാക്കാതെ കൊണ്ടെടുക്കൽ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അതായത് ഇപ്പോൾ ഡൽഹിയിലാണ് നമ്മളെ 4ാമത്തെ ദിവസമാണ് ടോട്ടൽ നമ്മൾ പോകുന്നതിന്. അവിടെ സെറ്റല്ലേ? സെറ്റ്. അടിപൊളി അടിപൊളി പരിപാടി. അടുത്തത് നമ്മള് അടിപൊളിയായിരുന്നു ടൂറ്. നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടില്ല ഇഞ്ഞുണ്ടേ. അടിപൊളി. ദുബായ് പോലെ ഡൽഹി അല്ലല്ലോ? അല്ലല്ല. രാവുമ്പോൾ വ്യത്യാസല്ലേ? അനക്കെന്താ തോന്നിയത്? പിന്നെ കണ്ടപ്പോ ആദ്യമായിട്ട് കാണാണ്. സ്കൂളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് 100 അത് എനിക്കറിയില്ല. ഒരു കാര്യം
കുത്തുബ് മിനാറാണോ താജ്മഹലാണോ വലുത്? ഗൈഡുമാരെ നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുത്തല്ല പ്രശ്നം. അത് പാളി 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 പാളി. ഒരു മിനിറ്റ്, കുത്തുബ് മിനാറിന്റെ ശില്പി ആരാ? PSC. അതായത് കുത്തുബ് മിനാർ ആദ്യത്തെ, അതിന് 5 നിലകളാണ്. ആദ്യത്തെ ബേസ്മെന്റും പിന്നെ 4 പ്രൊജക്റ്റിംഗ് ബാൽക്കണികളാണ്. അതിൽ ആദ്യത്തേത് മാത്രമാണ്, അത് ഫൗണ്ടേഷൻ ശിലാസ്ഥാപനം മാത്രമാണ് ആര് ഉണ്ടാക്കിയത്? കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കിയത്. ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷിന്റെ ഫുൾ പേരെന്താ? ഇൽത്തുമിഷ് ഫ്രം തുർക്കി. തുർക്കിസ്ഥാനിലെ ആലം ഖാന്റെ 3ാമത്തെ മോനായിരുന്നു ഇൽത്തുമിഷ്. ഇൽത്തുമിഷും കുത്തുബുദ്ദീൻ ഐബക്കും തമ്മിലുള്ള ബന്ധം എന്താ? അതെ, മരുമോന്. ഓക്കെ, അടിവംശത്തിലെ നേതാവായിരുന്ന ആര്? ഇൽത്തുമിഷ്. ഓക്കെ, അപ്പൊ മറ്റു പാളിനെ അപ്പൊ കവർ ചെയ്തില്ലേ? അതായത് കുത്തുബ് മിനാറിന്റെ അടുത്ത് തന്നെ നേരെ അതിലേറെ വലിയൊരു ഫൗണ്ടേഷൻ ഉണ്ട് അതിന് നേരെ പുറത്ത്. അതിന്റെ പേരെന്താ? ഉണ്ട്, അതാണ് അലായ് മിനാർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോണത് എങ്ങോട്ടാണ്? ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ഓക്കെ, അതായത് ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നപ്പോഴാ? മരണപ്പെടല്ല, കൊല്ലപ്പെട്ടത്. പറയൂ. എന്തായാലും എമർജൻസി എന്നായിരുന്നു 1975. നമ്മൾ നേരെ ഇനി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ട്, അതിന് കേൾക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ 1984 ഒക്ടോബർ 31 വരെ അവര് ജീവിച്ചിരുന്ന അവരെ വീട്ടിലാണ് ഇപ്പം നമ്മൾ. വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ, ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള പത്രക്കുറിപ്പുകൾ, അവർ ധരിച്ചിരുന്ന സാരി, അവർ കിട്ടുന്ന നേരത്തെ പറഞ്ഞതുപോലെ 1984 ഒക്ടോബർ 31 വരെ, അതായത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് വരെ അവർ താമസിച്ചിരുന്ന അവരുടെ വസതിയാണിത്. ഓക്കെ, ഇപ്പം നേരത്തെ കണ്ടത് അവരുടെ ബെഡ്റൂമാണ്. അവരുടെ കുറിച്ചുള്ള ഒരുപാട് പത്രക്കുറിപ്പുകളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫുകൾ, അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കമല, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, അതായത് എന്നുവേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കാണാൻ പറ്റും. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണാതിരിക്കുള്ളൂ. അത് ഫിറോസ് ഗാന്ധി, അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും, ഇത് അവരുടെ വീടാണ്, അവരുടെ ഗാർഡനിങ് സംഭവങ്ങൾ, ഇതൊക്കെ ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രസകരമായിട്ടുള്ള സാധനം. നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടെ വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ കാണുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട 1991 സമയം 10:20 രാത്രി അല്ലേ? അതായത് തമിഴ്നാട്ടിലെ ആ ഒരു സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രങ്ങളാണ് പിറകിൽ കാണുന്നത്. അവരുമായി ബന്ധപ്പെട്ട ജനസമ്പർക്ക പരിപാടികൾ, ഒരു ലീഡർ എങ്ങനെ ആയിരുന്നു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ല, അവരുടെ ബെഡ്റൂമാണിത്. ആ ബെഡ്റൂമിൽ നോക്കി കംപ്ലീറ്റ് പുസ്തകങ്ങളാണ് അല്ലേ? ഒരു വേഴ്സറ്റൈൽ ഫേസ് ഓഫ് ബുക്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്ലേസ് എന്താ അറിയുമോ? ഇന്ദിരാഗാന്ധി അതായത് അവസാനമായിട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് നടന്നിട്ടുള്ള ആ ഒരു വഴിയാണ് ഇപ്പോഴും അവിടെ ഒരു കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്.
ആ സംഭവം നടന്നതാണ് 1984 ഒക്ടോബർ 31 കൊല്ലപ്പെടുന്നത്. ബ്രിട്ടീഷ് ചലച്ചിത്രകാരന് ഒരു ഡോക്യുമെൻ്ററിയുടെ ഇൻ്റർവ്യൂ കൊടുക്കാൻ എന്ന വ്യാജനല്ല, അയാൾ ആ ഒരു കൊല്ലപ്പെടുന്ന സമയത്ത് ഒഡീഷയിൽ വെച്ച് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ കൂടെ അയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് ഈ ഒരു 31 ഒക്ടോബർ 31 രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മെല്ലെ നടക്കുന്ന സമയത്താണ് പഞ്ചാബികളായിട്ടുള്ള അവരുടെ സ്വയം അംഗരക്ഷകരാൽ കൊല്ലപ്പെടുന്നത്. അതായത് ബ്യാൻ സിംഗും സത്വന്ത് സിംഗും. ഓക്കെ, ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഇവിടെ കാണാനും നമുക്ക് ആസ്വദിക്കാനല്ല മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ വിടുന്നതിന് നമ്മൾ ബസ്സിലേക്ക് പോവാണ്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ആളുകളോട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് കേൾക്കാം. റെഡ് ഫോർട്ടിലേക്ക് പോകണ്ടോ? ഓക്കെ, ജമാ മസ്ജിദ് ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ആരിഫ് യാത്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് ഡൽഹി കാശ്മീരൊക്കെ പോകുന്നത്. മുന്നേ ബാച്ചിലറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മളെപ്പോൾ സേഫ്റ്റി നോക്കിയിട്ടാണ് യാത്ര ചെയ്യുക. അപ്പോൾ അത് സംബന്ധിച്ചിടത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വോയേജർ ഗ്രാം എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. പിന്നെ അതിന് മുന്നേ എൻ്റെ കസിൻ ഷെഫീഖിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസിലാണ് ഞാൻ ഷെഫീഖിനായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി പിന്നെ അതിൻ്റെ ഒരു കെയറിങ് എല്ലാം കൂടുതലും നല്ല അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര അധികം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലായിരുന്നു. നമ്മൾ സ്കൂളുകളിൽ ഹിസ്റ്ററി ക്ലാസ്സുകളിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് നേരിട്ട് കണ്ട് അത് ഫീൽ ചെയ്ത് നമുക്ക് അതിൻ്റെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ ഒന്നിച്ചുള്ള ഗൈഡുകൾ ആദിൽ, നാസിം, ഈവൻ ഷെഫീഖ് ആയാൽ പോലും ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ കൂടി പോകുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് അവർ നമുക്ക് അവരുടേതായ രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ ഓരോ പ്ലേസുകളും ഓരോ മൊനുമെൻറ്റ്സും ടോംബുകളും ഓരോന്നും നമ്മൾ കാണുമ്പോൾ നമുക്കതിൻ്റെ ശരിക്ക് ചരിത്രം എന്താണ്, നമ്മുടെ നിലവിലുള്ള ഇന്ത്യയുടെ സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ പ്രസക്തി എന്താണെന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കുറച്ച് കൂട്ടുകാർ പ്രസംഗം ഫസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ അടിപൊളിയാണ്. വന്നിട്ട് ഡൽഹിയിൽ ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇവർ മാക്സിമം നമുക്ക് കവർ ചെയ്ത് തരുന്നുണ്ട്. സോ എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്ത് അടിപൊളിയായിട്ടാണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പണ്ടേ ഉള്ള ഏറ്റവും വലിയ ഡ്രീമാണ് കാശ്മീരിൽ പോകണമെന്ന്. അപ്പോൾ ഡെയിലി ഇൻസ്റ്റയിലൊക്കെ ഈ റീല് കണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ആരിഫിനോട് നമുക്ക് എന്തായാലും കാശ്മീരിൽ പോകണം. അങ്ങനെയാണ് അമ്മ ഇതിനെ ഇറങ്ങി തിരിച്ചത്. സോ അമ്മ അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് ഫൈനലി അമ്മ വോയേജർ ഗ്രാമിൻ്റെ അവിടെ എത്തി. സോ ഇറ്റ്സ് നൈസ്. നെക്സ്റ്റ് അമ്മ കാശ്മീരിലേക്കാണ് പോകുന്നത്. അടുത്തതായി നമ്മളെ പാത്തുമ്മ. പാത്തുമ്മ അടിപൊളി ട്രിപ്പാണ്. എൻ്റെ ഒരു ഡ്രീമായിരുന്നു കാശ്മീരൊക്കെ കാണുന്നത്. ഞാൻ വരുമെന്ന് കരുതിയിട്ടില്ല. അപ്പം അടിപൊളി ട്രിപ്പാണ്. സൂപ്പറാണ്. എല്ലായിടത്തും ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാം. കുറവായി. അടുത്തതായി നമ്മളെ ലുഹുലുഹ. പാത്തുമാട് ചോദിച്ചാൽ പറയും എവിടെ ചോദിച്ചു. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ബസ്സിലറി എവിടെ വീട്ടില് സ്ഥലപ്പേരില്ലേ? ഡൽഹിയിലല്ലേ അല്ലേ? അടുത്തതായി അവിടെ സംസാരിക്കും. നല്ല ട്രിപ്പ് തന്നെയാണ്. എൻ്റെ പണ്ടത്തെ ഡ്രീം തന്നെയായിരുന്നു ഇനി സ്നോയി ഇനി വിന്റർ ടൈപ്പ് പ്ലേസിലേക്ക് പോവാണ്. അതൊക്കെ സാധിച്ചു. അടുത്തതായി നമ്മളെ അമീൻ ഖാൻ ഫാമിലി ഇവിടെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഡൽഹി മൂന്നാമത്തെ വട്ടമാണ്. ഫാമിലി ആയിട്ട് ഫസ്റ്റാണ്.
ട്രിപ്പിനെ കുറിച്ച് ഫാമിലി ആകുമ്പോൾ നമുക്ക് എന്ത് പൊതുവെ കുറച്ച് ടെൻഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വന്തം പോരുകയാണെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഗ്രൂപ്പിനെ കുറിച്ച് എൻ്റെ പാർട്ണർ ഷൗക്കത്താണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ നമുക്ക് നല്ലൊരു തോട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിലവിൽ ട്രിപ്പിനെ കുറിച്ച് ഈ കാശ്മീർ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ ക്ലൈമറ്റൊക്കെ ഓൾറെഡി ചൂടും AC ആയിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ചെറുതായിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് ട്രിപ്പിൻ്റെ വൈജൽ ഗ്രാമിൻ്റെ ട്രിപ്പിൽ എല്ലാവരും നല്ലൊരു അഭിപ്രായം തന്നെ നമുക്ക് പറയാനുള്ളത്. അടുത്തത് കാശ്മീരിലേക്കാണ്. അവിടെ ഇനിയുള്ള അടുത്ത ദിവസങ്ങൾ നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഗൈഡ് തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളും വിശദീകരിച്ച് തന്നിട്ട് എല്ലാതും കവർ ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ടൈമിങ്ങും ഒക്കെ. എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, അപ്പോൾ എനിക്ക് എല്ലാത്തിലൊരു കുറച്ച് ലൈറ്റാണ്. എന്നാലും അവരെ നല്ല നല്ല കോപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് വളരെയധികം എനിക്ക് നല്ല ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. അതിലൊക്കെ ഹറി ബറി ആയിട്ടായിരിക്കും നമ്മൾ ഒരുങ്ങി പോവുക. ഇതിലൊക്കെ നല്ല അവരെല്ലാം സഹകരണം സൂപ്പറായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ യാത്രയെക്കുറിച്ച് നമുക്ക് ആൾക്കാർക്ക് പറയാനുള്ളത്, ആസഫിന് നമ്മളെ 4ാമത്തെ ദിവസമാണ്. ഇനി ദിവസങ്ങൾ നല്ലതാവട്ടെ. നമ്മളും അതിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ ഇന്ദിരാഗാന്ധി, അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരുന്നു, ആ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ് ആവുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു ബ്രിട്ടീഷ് ചലച്ചിത്രകാരനുമായിട്ടുള്ള ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ടാണ്, അതായത് അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് അല്ലേ? ആ ബ്രിട്ടീഷ് ചലച്ചിത്രകാരൻ്റെ പേരെന്താ? രാഹുൽ ഗാന്ധി ഒന്നില്ല, ഉണ്ട്. ആരാണ് അറിയോ? പീറ്റർ, ബാക്കി പറയും. പീറ്റർ ജോൺ എബ്രഹാം, പീറ്റർ കുഞ്ഞൽവി അല്ല, പീറ്റർ ഉച്ചിനോവ്. ठीक है, പീറ്റർ ഉച്ചിനോവ്. ഓക്കെ. അതേപോലെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ആ വർഷവും ആ തീയതിയും ആ സമയവും പറഞ്ഞാണ്. രാവിലെ 9 എല്ലാരും ഉത്തരം പറയുമ്പോ കമ്പനിക്ക് അടിക്കും ലോട്ടറി. ഓക്കെ. അടുത്തതായിട്ട് വേറെ ചോദ്യം. എല്ലാവരും പറയുന്നുട്ടോ, കൈ നോക്കിയാൽ മതി. ഓക്കെ. ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് സൈഡിലുണ്ടോ? എന്താണ് ഇന്ത്യ ഗേറ്റ്? എന്താണ് ഇന്ത്യ ഗേറ്റിന് ചുമരില്ലാത്തൊരു ഗേറ്റ് ആണ്. ഓക്കെ, ഞാൻ അതല്ല പറഞ്ഞത്. ഇന്ത്യ ഗേറ്റ് എന്തിന്റെ മെറ്റഫറാണ്? ഹലോ ചോദ്യം ആരെ? സെക്കൻഡ് വേൾഡ് വാറില് ബ്രിട്ടീഷ് കോളോണിയൽ സമയത്ത് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിട്ട് വീരമൃത്യു വരിച്ച ആൾക്കാരുടെ പേരുകൾ അതിൽ ഇന്ത്യ ഗേറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു 70% ഓക്കെ. ഇനി 90% ഞാൻ നോക്കി തരാം. അതായത് 1ാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും കൊല്ലപ്പെട്ടിട്ടുള്ള വീരമൃത്യു ജയിച്ചിട്ടുള്ള ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കിയത് 1931. അതിൻ്റെ ശില്പി ആരാ? അതായത് ആർക്കിടെക്റ്റ്, ഇന്ത്യ ഗേറ്റിന്റെ ആർക്കിടെക്റ്റ് ആരാ? അറിയോ? എഡ്വിൻ ലൂട്ടൻസ്. ഓക്കെ. അപ്പോ നിങ്ങൾ യാത്ര വരുന്ന സമയത്ത് ഇതേപോലത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരാം. പ്രവാസികളാണ് നല്ല കാരക്കകൾ, ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം. ഈത്തപ്പഴം, അത് ഇതൊക്കെ. ഇനി ഞാനത് ഐറ്റിനറിയിൽ പറയുന്നില്ല, കൊണ്ടുവന്നോണ്ടിയോ. ഇതല്ല എഡ്വിൻ ലൂട്ടൻസ്, അമേരിക്കൻ. അതുപോലെ ഇന്നലെ ഞങ്ങൾ കാണാൻ പോയി ലോട്ടസ് ടെമ്പിള്.
ലോട്ടസ് ടെമ്പിള് ഉണ്ടാക്കിയത് ആരാ? അതിന്റെ ആർക്കിടെക്ട് ആരാ? അറിയോ? അതായത് ഫാരിബോ സാബ ഇറാനുകാരനാണ്. ഓക്കെ, ഏത്? ആ പിന്നെ കേരള ഹൗസ്, ഹൈദരാബാദ് ഹൗസ്, ആന്ധ്ര ഭവന്, അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടാവും അവിടുത്തെ മന്ത്രിമാർക്കൊക്കെ അല്ല. അപ്പോൾ ഹൈദരാബാദ് ഹൗസാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. അപ്പം നിങ്ങൾ ഓരോ പോകുമ്പോൾ അതായത് ഇതൊക്കെ ഭരണസിരാ കേന്ദ്രമാണ്, അങ്ങനെ കാണാൻ പറ്റുമോ കേട്ടോ. ഇന്ത്യ ഗേറ്റിന്റെ പിറകുവശം, ഇന്ത്യ ഗേറ്റിന്റെ ബാക്കിലേ ഒരു സാധനം കണ്ടില്ല? ആരാ? അതെന്താണ്? അത് എന്തിന്റെ ആദര സൂചകമാണ്? അതിന്റെ പേര് പറയും, എന്താണ് പറയും? ഇന്ത്യ ഗേറ്റിന്റെ ബാക്കില് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ഇതുണ്ട്, സ്റ്റാച്ചു. അതെന്താണ്? അതിന് എന്ത് പറയുന്ന പേരാണ്? അറിയില്ലേ? അതായത് ഇന്ത്യൻ ആർമിയുടെ ആദര സൂചകമായിട്ടാണ് അതുള്ളത്. ഓക്കെ, ഇന്ത്യൻ ആർമിയുടെ ആദര സൂചകമായിട്ട്. ഇടയ്ക്ക് മറ്റേ ഈത്തപ്പൻ തരില്ലേ, കഥ വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.